സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തേത് 3-ാമത്തെ ദിവസമാണ്. ക്ലാസ്സുകൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2025 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം. ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ്. ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും എന്നതാണ് 2025 ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം. ഒന്നും കൂടി, ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും. ഇനി 2024 പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ബി പാർട്ട് ഓഫ് ദി പ്ലാൻ, അല്ലെങ്കിൽ പദ്ധതിയുടെ ഭാഗമാകൂ എന്നതായിരുന്നു 2024 ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം. പദ്ധതിയുടെ ഭാഗമാകൂ അല്ലെങ്കിൽ ബി പാർട്ട് ഓഫ് ദി പ്ലാൻ എന്നതായിരുന്നു 2024 ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം. ഇനി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മെയ് 22 മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ് 2025 തീം, 2024 തീം. ഇനി അടുത്ത ചോദ്യം, ലൈവ് ക്യാമറ ഓപ്ഷൻ തുറന്ന് ചുറ്റുമുള്ളത് എന്തൊക്കെയെന്ന് കണ്ടു മനസ്സിലാക്കി ചോദ്യങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന ഗൂഗിളിൻ്റെ പുതിയ ഫീച്ചറാണ് ജെമിനി ലൈവ് എന്നത്. ജെമിനി ലൈവ്. ലൈവ് ക്യാമറ ഓപ്ഷൻ തുറന്നാൽ ചുറ്റുമുള്ളത് എന്തൊക്കെയെന്ന് കണ്ടു മനസ്സിലാക്കി ചോദ്യങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന ഗൂഗിളിൻ്റെ പുതിയ ഫീച്ചറാണ് ജെമിനി ലൈവ്. 2025 പത്മരാജൻ പുരസ്കാരത്തിൽ മികച്ച കഥാകൃത്തിനുള്ള അവാർഡിന് അർഹനായ PS റഫീഖിൻ്റെ ചെറുകഥ. PS റഫീഖിൻ്റെ ചെറുകഥ ഏതായിരുന്നു? ഇടമലയിലെ യാക്കൂബ് എന്നതായിരുന്നു. ഇടമലയിലെ യാക്കൂബ് എന്ന ചെറുകഥയ്ക്കാണ് PS റഫീഖിന് പുരസ്കാരം ലഭിച്ചത്. ഇപ്പോൾ 2025 പത്മരാജൻ പുരസ്കാരത്തിലെ മികച്ച കഥാകൃത്തിനുള്ള അവാർഡിന് അർഹനായത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? PS റഫീഖാണ്. പുരസ്കാരത്തിന് അർഹമായ ചെറുകഥ ഏത് എന്ന് ചോദിച്ചാൽ ഇടമലയിലെ യാക്കൂബ്. അപ്പം മികച്ച കഥാകൃത്ത് PS റഫീഖ്, കൃതി ഇടമലയിലെ യാക്കൂബ്, പത്മരാജൻ പുരസ്കാരം. അടുത്തത്, പട്ടുനൂൽപ്പുഴു എന്ന നോവൽ രചിച്ച S ഹരീഷാണ് മികച്ച നോവലിസ്റ്റ്. നോവലിൻ്റെ പേര് പട്ടുനൂൽപ്പുഴു. അപ്പോൾ പട്ടുനൂൽപ്പുഴു എന്ന നോവൽ ആരുടേതാണ്? S ഹരീഷിൻ്റെ കൃതിയാണ് പട്ടുനൂൽപ്പുഴു എന്നത്. S ഹരീഷ്. അപ്പോൾ 2025 പത്മരാജൻ പുരസ്കാരത്തിൽ മികച്ച നോവലിസ്റ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? S ഹരീഷാണ്. കൃതി ഏതാണ്? പട്ടുനൂൽപ്പുഴു. അപ്പം മികച്ച നോവലിസ്റ്റ് S ഹരീഷ്, കൃതി പട്ടുനൂൽപ്പുഴു. അടുത്തത്, ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിന് ഫാസിൽ മുഹമ്മദ് മികച്ച സംവിധായകനും തിരക്കഥാകൃത്തിനുമുള്ള അവാർഡ് നേടി. അപ്പോൾ പത്മരാജൻ പുരസ്കാരത്തിൽ മികച്ച സംവിധായകനും മികച്ച തിരക്കഥാകൃത്തും ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഫാസിൽ മുഹമ്മദ് ആണ്. ഫാസിൽ മുഹമ്മദ്. ഏത് ചിത്രത്തിനാണ്? ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിനാണ്. അപ്പം പത്മരാജൻ പുരസ്കാരം 2025 മികച്ച സംവിധായകനും തിരക്കഥാകൃത്തിനുമുള്ള അവാർഡിന് അർഹനായത് ആര് എന്ന് ചോദിച്ചാൽ ഫാസിൽ മുഹമ്മദ് ആണ്. ഏത് സിനിമയുടേതിനാണ്? ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്കാണ്. അടുത്ത ചോദ്യം, അഖേദ എന്ന നോവൽ രചിച്ചത്. നോവലിൻ്റെ പേര് അഖേദ. രചിച്ചതാരാണ്? OS പ്രിയദർശൻ ആണ്. OS പ്രിയദർശൻ. നോവലിൻ്റെ പേര് അഖേദ. രചിച്ചത് OS പ്രിയദർശൻ.
പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായി ആരംഭിച്ച ക്യാമ്പയിൻ. എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായിട്ട് ആരംഭിച്ച ക്യാമ്പയിനാണ് ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ക്യാമ്പയിൻ്റെ പേര് ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ്. അപ്പോൾ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായി ആരംഭിച്ച ക്യാമ്പയിനാണ് ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നത്. ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിത സംഭവത്തെ ആസ്പദമാക്കി 2025 പുറത്തിറങ്ങിയ ഹിന്ദി സിനിമ ആരുടേതാണ്? ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതം. ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിത സംഭവത്തെ ആസ്പദമാക്കിയിട്ട് 2025 പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയാണ് കേസരി ചാപ്റ്റർ 2 ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ വാലാബാഗ് എന്നത്. സംവിധാനം ചെയ്തതാരാണ്? കരൺ സിംഗ് ത്യാഗി. ചിത്രത്തിൻ്റെ പേര് കേസരി ചാപ്റ്റർ 2 ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ വാലാബാഗ്. കേസരി ചാപ്റ്റർ 2 ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ വാലാബാഗ്. ഈ സിനിമ ആരുടെ ജീവിതത്തെയാണ് ആസ്പദമാക്കിയിരിക്കുന്നത്? ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിത സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സിനിമ സംവിധാനം ചെയ്തത് ആരെയെന്ന് ചോദിച്ചാൽ കരൺ സിംഗ് ത്യാഗിയാണ്. സിനിമയുടെ പേര് കേസരി ചാപ്റ്റർ 2 ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ വാലാബാഗ്. അടുത്ത ചോദ്യം, ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടന്ന ആദ്യ ഇന്ത്യൻ താരം. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടന്ന ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ്. ഇപ്പോൾ 2025 ദോഹ ഡയമണ്ട് അത്ലറ്റിക്സിലാണ് ഈ നേട്ടം കൈവരിച്ചത്. ഈ പോയിന്റ് നോട്ട് ചെയ്യണം. 90.23 മീറ്ററാണ്. 90.23 മീറ്റർ. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടന്ന ആദ്യ ഇന്ത്യൻ താരം ആരെയെന്ന് ചോദിച്ചാൽ നീരജ് ചോപ്രയാണ്. ഏത് മത്സരത്തിലാണ്? 2025 ദോഹ ഡയമണ്ട് അത്ലറ്റിക്സിലാണ് ഈ നേട്ടം കൈവരിച്ചത്. എത്ര ദൂരമാണ്? 90.23 മീറ്ററാണ്. 90.23 മീറ്റർ. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ നാലാമത് സാഹിത്യ പുരസ്കാര ജേതാവാരാണ്? അംബിക സുധൻ മങ്ങാടാണ്. അംബിക സുധൻ മങ്ങാടിൻ്റെ നോവലായ അല്ലോഹലനാണ് പുരസ്കാരത്തിന് അർഹമായത്. അല്ലോഹലൻ. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ പുരസ്കാര ജേതാവ് ആരെയെന്ന് ചോദിച്ചാൽ അംബിക സുധൻ മങ്ങാടാണ്. അംബിക സുധൻ മങ്ങാടിൻ്റെ അല്ലോഹലൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ അല്ലോഹലൻ എന്നത് ആരുടെ നോവലാണ് എന്ന് ചോദിച്ചാൽ അംബിക സുധൻ മങ്ങാടിൻ്റെ നോവലാണ്. 2025 മെയ്യിൽ ഫോബ്സ് മാസിക പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ ഫുട്ബോൾ താരം. കൊച്ചി എയർപോർട്ട് പൂർണ്ണമായിട്ടും ഡിജിറ്റലാക്കുന്നതിനുള്ള പദ്ധതി സിയാൽ 2.0. കൊച്ചി എയർപോർട്ട് പൂർണ്ണമായിട്ടും ഡിജിറ്റലാക്കുന്നതിനുള്ള പദ്ധതിയാണ് സിയാൽ 2.0. ഇന്ത്യയിലെ ആദ്യ യാചകമുക്ത നഗരമായ കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം 2025 മെയ്യിൽ പ്രഖ്യാപിച്ച നഗരം ഇൻഡോറാണ്. മധ്യപ്രദേശിലെ ഇൻഡോറാണ് ഇന്ത്യയിലെ ആദ്യത്തെ യാചകമുക്ത നഗരം. ഇൻഡോറാണ് മധ്യപ്രദേശിലെ. അടുത്ത ചോദ്യം, 2025 26ാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. 2025 26ാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഗുമിയാണ്. ദക്ഷിണ കൊറിയയിലെ ഗുമി. 2025 26ാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ദക്ഷിണ കൊറിയയിലെ ഗുമി. കർണാടകയ്ക്കും
ഗുജറാത്തിനും ശേഷം ബഹിരാകാശ വ്യവസായ നയം അംഗീകരിച്ച മൂന്നാമത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. കർണാടകയ്ക്കും ഗുജറാത്തിനും ശേഷം ബഹിരാകാശ വ്യവസായ നയം അംഗീകരിച്ച മൂന്നാമത്തെ സംസ്ഥാനം എത്രാമത്തെയാണ്? മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാട്. അതിഥി തൊഴിലാളികളുടെ മക്കളെ അങ്കണവാടികളിലും സ്കൂളിലും എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് IAExat-CK എന്നത്. വരൂ ഒരുമിച്ച് പഠിക്കാം എന്നത്. IAExat-CK വരൂ ഒരുമിച്ച് പഠിക്കാം എന്ന പദ്ധതി അതിഥി തൊഴിലാളികളുടെ മക്കളെ അങ്കണവാടികളിലും സ്കൂളിലും എത്തിക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് IAExat-CK എന്നത്. ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം വികസിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി പൂനെയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി പൂനെയാണ് ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം വികസിപ്പിച്ചത്. തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം ആർക്ക സൂപ്പർ കമ്പ്യൂട്ടറിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ആർക്ക സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പോൾ ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം വികസിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി പൂനെ എന്നതാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് 2025 46ാമത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആസിയാൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം മലേഷ്യയാണ്. 2025 46ാമത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആസിയാൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം മലേഷ്യ. എത്രാമത്തേതാണ്? 46ാമത്തേത്. 31ാം തവണയും എവറസ്റ്റ് കീഴടക്കി സ്വന്തം റെക്കോർഡ് തിരുത്തിയത് എത്രാമത്തെ തവണയാണ്? 31ാമത്തെ തവണ. എത്ര പ്രാവശ്യമാണ്? 31 പ്രാവശ്യം. കാമി റിത്ത ഷെർപ്പ. എവറസ്റ്റ് മാൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് ലോകത്തെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയായ എവറസ്റ്റിൻ്റെ മുകളിൽ ഏറ്റവും കൂടുതൽ തവണ എത്തിയ മനുഷ്യൻ. കാമി റിത്ത ഷെർപ്പ. എവറസ്റ്റ് മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കാമി റിത്ത ഷെർപ്പയാണ് എവറസ്റ്റ് മാൻ എന്നറിയപ്പെടുന്നത്. കാമി റിത്ത ഷെർപ്പ എത്ര പ്രാവശ്യമാണ് എവറസ്റ്റ് കൊടുമുടിക്ക് മുകളിൽ എത്തിയിട്ടുള്ളത്? 31 പ്രാവശ്യമാണ്. മലയാള സിനിമാ നടൻ ബഹദൂറിൻ്റെ പേരിൽ പുറത്തിറക്കിയ പുതിയ മലയാളം ലിപി ഏതാണ്? ബഹദൂർ അക്ഷരങ്ങൾ എന്നതാണ്. ബഹദൂർ അക്ഷരങ്ങൾ. ബഹദൂർ ഫോണ്ട് രൂപകൽപ്പന ചെയ്തത് ആരെ എന്ന് ചോദിച്ചാൽ KH ഹുസൈൻ ആണ്. KH ഹുസൈൻ. മലയാള സിനിമാ നടൻ ബഹദൂറിൻ്റെ പേരിൽ പുറത്തിറക്കിയ ലിപിയാണ് ബഹദൂർ അക്ഷരങ്ങൾ എന്നത്. ബഹദൂർ ഫോണ്ട് രൂപകൽപ്പന ചെയ്തത് ആരെ എന്ന് ചോദിച്ചാൽ KH ഹുസൈൻ ആണ്. KH ഹുസൈൻ. അടുത്ത ചോദ്യം, 2025 മെയ്യിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അമൃത് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ. അമൃത് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഏതൊക്കെയാണ്? ചിറയൻകീഴും വടകരയുമാണ്. ചിറയൻകീഴ്, വടകര. 2025 മെയ്യിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അമൃത് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ്? ചിറയൻകീഴ്, വടകര എന്നീ 2 റെയിൽവേ സ്റ്റേഷനുകൾ ആണ്. ചിറയൻകീഴ്, വടകര. ഇന്ത്യൻ റെയിൽവേയെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള ചരിത്രപരമായ നീക്കം അടയാളപ്പെടുത്തിക്കൊണ്ട് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം പുനർവികസിപ്പിച്ച 103 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ പദ്ധതി ഓർക്കണം. ഈ പദ്ധതിയുടെ പേര് ഓർക്കുക, അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം എത്ര റെയിൽവേ സ്റ്റേഷനുകളാണ് പുനർവികസിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ 103 റെയിൽവേ സ്റ്റേഷനുകളാണ്. 103 റെയിൽവേ സ്റ്റേഷനുകൾ. അപ്പോൾ കേരളത്തിൽ നിന്നും 2 റെയിൽവേ സ്റ്റേഷനുകളാണ്. അവ ചിറയൻകീഴ്, വടകര എന്നതാണ്. പദ്ധതിയുടെ പേര് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. 103 റെയിൽവേ സ്റ്റേഷനുകളാണ് പുനർവികസിപ്പിച്ചത്. അടുത്ത ചോദ്യം, താൽപ്പര്യങ്ങളുടെ വകഭേദം എന്നറിയപ്പെടുന്ന കോവിഡ് വകഭേദം.
താൽപ്പര്യങ്ങളുടെ വകഭേദം എന്നറിയപ്പെടുന്ന കോവിഡ് വകഭേദം ഏതാണ്? JN1 ആണ്. JN1 താൽപ്പര്യങ്ങളുടെ വകഭേദം എന്നറിയപ്പെടുന്ന കോവിഡ് വകഭേദമാണ് JN1. JN1 വകഭേദം ഒമിക്രോണിൻ്റെ ഒരു ഉപവകഭേദമാണ്. JN1 എന്നത് ഒമിക്രോണിൻ്റെ ഒരു ഉപവകഭേദമാണ്. പ്രത്യേകിച്ച് പിറോള എന്നും അറിയപ്പെടുന്ന BA.2.86 വകഭേദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. 2023 ലക്സംബർഗിലാണ് ഇതാദ്യമായിട്ട് തിരിച്ചറിഞ്ഞത്. അപ്പം താൽപ്പര്യങ്ങളുടെ വകഭേദം എന്നറിയപ്പെടുന്ന കോവിഡ് വകഭേദം ഏതാണ്? JN1 ആണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് ഒരുങ്ങുന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 200 കോടി രൂപ മുതൽ മുടക്കിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലകളിൽ നിന്നും വിരമിച്ചവരുടെ ജ്ഞാനവും അനുഭവ സമ്പത്തും വിദഗ്ധോപദേശത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പദ്ധതിയാണ് വിസ്ഡം ബാങ്ക് എന്നത്. പദ്ധതിയുടെ പേരെന്താണ്? വിസ്ഡം ബാങ്ക്. ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലകളിൽ നിന്നും വിരമിച്ചവരുടെ ജ്ഞാനവും അനുഭവ സമ്പത്തും വിദഗ്ധോപദേശത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വിസ്ഡം ബാങ്ക് ആണ്. പദ്ധതിയുടെ പേര് വിസ്ഡം ബാങ്ക്. ഹൈബ്രിഡ് നെൽവിത്തുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം. ഹൈബ്രിഡ് നെൽവിത്തുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബ്. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച 2025 ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷ. The Fiscal Health Index അല്ലെങ്കിൽ FHI is a tool developed by Niti Aayog to assess and compare the financial health of Indian states. അപ്പം നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച 2025 ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഒഡീഷയാണ്. ഒഡീഷ. 2025 മെയിലെ കണക്ക് പ്രകാരം ജപ്പാനെ പിന്തള്ളി ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിയ രാജ്യം ഇന്ത്യയാണ്. എത്രാമത്തെയാണ്? 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിയ രാജ്യം ഇന്ത്യയാണ്. പിന്തള്ളപ്പെട്ടത് ജപ്പാനാണ്. ജപ്പാൻ. 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതി ബന്ധു ക്ലിനിക്. പദ്ധതിയുടെ പേര് ബന്ധു ക്ലിനിക്. 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ബന്ധു ക്ലിനിക്. പ്രത്യേകം നോട്ട് ചെയ്യുക. അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2020 ബന്ധു ക്ലിനിക് തുടങ്ങിയത്. ദേശീയ ആരോഗ്യ ദൗത്യം, എറണാകുളം ജില്ലാ ഭരണകൂടം, സെൻറ്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് എന്നിവയുടെ കൂട്ടായ്മയിലാണ് ബന്ധു മൊബൈൽ ക്ലിനിക്കിൻ്റെ പ്രവർത്തനം. അതിഥി തൊഴിലാളികൾക്കിടയിൽ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ബന്ധു ക്ലിനിക്കിനെ ഈ നേട്ടത്തിന് അർഹമാക്കിയത്. ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം നോട്ട് ചെയ്യുക. 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതിയാണ് ബന്ധു ക്ലിനിക് എന്നത്. ബന്ധു ക്ലിനിക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ്. ആരംഭിച്ചത് 2020 ഇതിൽ ദേശീയ ആരോഗ്യ ദൗത്യം, എറണാകുളം ജില്ലാ ഭരണകൂടം, സെൻറ്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് എന്നിവയുടെ കൂട്ടായ്മയിലാണ് ബന്ധു മൊബൈൽ ക്ലിനിക്കിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പം അതിഥി തൊഴിലാളികൾക്കിടയിൽ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ബന്ധു ക്ലിനിക്കിനെ ഈ നേട്ടത്തിന് അർഹമാക്കിയത്. അടുത്ത ചോദ്യം, സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് 2025 ജേതാവായത്. സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് 2025 ജേതാവായത് ആർ പ്രജ്ഞാനന്ദയാണ്. ആർ പ്രജ്ഞാനന്ദ. ഇനി
വിശ്വനാഥാനന്ദിനു ശേഷം ഒന്നിലധികം സൂപ്പർ ടൂർണമെൻറ്റുകൾ നേടുന്ന ഏക ഇന്ത്യക്കാരനായത് ആരാണ്? എസ് പ്രജ്ഞാനന്ദ ആണ്. പ്രധാനപ്പെട്ട പോയിന്റാണ്. വിശ്വനാഥാനന്ദിനു ശേഷം ഒന്നിലധികം സൂപ്പർ ടൂർണമെൻറ്റുകൾ നേടുന്ന ഏക ഇന്ത്യക്കാരനായത് ആരാണ്? ആർ പ്രജ്ഞാനന്ദ. അടുത്ത ചോദ്യം, 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. എത്രാം ക്ലാസ്സിലാണ്? 10ാം ക്ലാസ്സിലെ. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ആദിവാസി കർഷകർക്ക് സോളാർ പമ്പ് സെറ്റുകൾ നൽകുന്നതിനായി തെലങ്കാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇന്ദിര സൗര ഗിരിജല വികാസം. പദ്ധതിയുടെ പേര് ഇന്ദിര സൗര ഗിരിജല വികാസം. ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആദിവാസി കർഷകർക്ക് സോളാർ പമ്പ് സെറ്റുകൾ നൽകുന്നതിനായിട്ട് തെലങ്കാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇന്ദിര സൗര ഗിരിജല വികാസം എന്നത്. 2025-26 കാലയളവിലേക്കുള്ള ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഇന്ത്യയാണ്. 2025-26 കാലയളവിലേക്കുള്ള ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഇന്ത്യയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ 30 ചോദ്യങ്ങളാണ് എടുത്തിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രത്യേകം നോട്ട് ചെയ്യുക, പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.